ഹലോ. ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സമ്മർദ്ദത്തിൻ്റെ ശാസ്ത്രം എന്നതിനെക്കുറിച്ചാണ്. സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ശരീരം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായ ഭീഷണി, വെല്ലുവിളി അല്ലെങ്കിൽ ആവശ്യകതകളോട് പ്രതികരിക്കുന്ന സ്വാഭാവിക ജൈവ പ്രക്രിയയാണിത്. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയും ഹോർമോൺ വ്യവസ്ഥയും ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ നമുക്ക് സമ്മർദ്ദത്തിൻ്റെ തുടക്കം, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണം, ചെറിയകാല സമ്മർദ്ദം, ദീർഘകാല സമ്മർദ്ദത്തിൻ്റെ ഫലങ്ങൾ, സമ്മർദ്ദ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെ കുറിച്ച് കൂടുതലായി സംസാരിക്കാം. നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ സ്വയം പ്രവർത്തന നാഡീവ്യവസ്ഥ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് ഹൃദയമിടിപ്പ്, ശ്വസനനിരക്ക്, ദഹനം, മൂത്രവിസർജനം, മലവിസർജനം എന്നിവ പോലുള്ള ബോധ്യരഹിത ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ വ്യവസ്ഥയെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു: സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ ആൻഡ് പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥ. ഏതെങ്കിലും വിവരം നമ്മളിലേക്ക് വരുമ്പോൾ അത് ഭീഷണിയായി തോന്നിയാൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ, അതായത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, ശരീരത്തിലെ സമ്മർദ്ദ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കുവയ്ക്കുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണം സൃഷ്ടിക്കുന്നു. ഇത് അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ പോരാടുക എന്ന പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു പരിണാമ പ്രതികരണമാണ്. നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പ്രധാന രണ്ട് സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് എന്നതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അക്യൂട്ട് സ്ട്രെസ്, രണ്ട് ക്രോണിക് സ്ട്രെസ്. അക്യൂട്ട് സ്ട്രെസ് ഇത് ഒരു ഭീഷണിയുള്ള സാഹചര്യത്തോടുള്ള തൽക്ഷണ പ്രതികരണമാണ്. ഭീഷണി മാറിയാൽ നമ്മുടെ സമ്മർദ്ദ ഹോർമോണുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ദീർഘകാല പ്രതികൂല ഫലങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയും ചെയ്യും. ചെറിയ അളവിൽ അക്യൂട്ട് സ്ട്രെസ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം കോർട്ടിസോൾ കൂടാതെ അഡ്രിനൽ ഗ്ലാൻഡ്സ്, അഡ്രിനലിൻ, നോറഡ്രിനലിൻ എന്നിവയും പുറത്തിറക്കുന്നു. ഇവ ജാഗ്രതയും സൂക്ഷ്മ ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു. എങ്കിലും ഈ ഹോർമോണുകൾ ഏറെ നേരം ശരീരത്തിൽ നിലനിൽക്കില്ല. അവ നിർമ്മിക്കപ്പെട്ടതിന് പിന്നാലെ വേഗത്തിൽ ഇല്ലാതാകും. മനുഷ്യരിലെ പ്രധാന സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ അഡ്രിനൽ ഗ്രന്ഥികൾ സമ്മർദ്ദത്തിന് പ്രതികരിച്ച് പുറത്തുവിടുന്നു. ഇത് ശരീരത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സാഹചര്യങ്ങൾക്ക് തയ്യാറാക്കുന്നു. കോർട്ടിസോൾ ഒരു സ്റ്റീറോയിഡ് ഹോർമോൺ ആകുന്നു. ഇത് മെറ്റബോളിസം, പ്രതിരോധ പ്രതികരണം, രക്തത്തിലെ പഞ്ചസാരയുടെ നില എന്നിവ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ശരീരത്തിൽ സമ്മർദ്ദമുണ്ടായാൽ ഹൈപ്പോതലാമസ് അഡ്രിനൽ ഗ്രന്ഥികൾക്ക് കോർട്ടിസോൾ പുറത്തിറക്കാൻ സന്ദേശം നൽകുന്നു. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണത്തിൻ്റെ ശാരീരിക ലക്ഷണങ്ങൾ: ചർമ്മം വെള്ളയായി അല്ലെങ്കിൽ ചുവന്നതായി മാറുക, കണ്ണിലെ പ്യൂപ്പിൾസ് വിശാലമാകുക, വിറയൽ അനുഭവപ്പെടുക, ഹൃദയമിടിപ്പ് വേഗത്തിലാകുക, ശ്വസനം വേഗത്തിലാകുക എന്നിങ്ങനെയൊക്കെയാണ്. ക്രോണിക് സ്ട്രെസ്. ക്രോണിക് സ്ട്രെസ് എന്നത് പലപ്പോഴും ഭീഷണി അല്ലെങ്കിൽ ജീവന് അപകടം സംഭവിക്കുന്ന സാഹചര്യം ഇല്ലാതെയും തുടർച്ചയായി അനുഭവപ്പെടുന്ന സമ്മർദ്ദമാണ്. ക്രോണിക് സ്ട്രെസ് ശരീരത്തിൽ പൊതുവായ വെയർ ആൻഡ് ടയർ ഉണ്ടാക്കാം. ഇതിൻ്റെ പ്രധാന കാരണം മൂന്നാമത്തെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ ആണ്. അഡ്രിനലിൻ, നോറഡ്രിനലിൻ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോർട്ടിസോൾ ശരീരത്തിൽ മുഴുവൻ ദിവസവും നിലനിൽക്കാൻ കഴിയും. അധികമായ കോർട്ടിസോൾ നിലകൾ ശരീരത്തിൽ നിരവധി ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഇൻഫ്ലമേഷൻ, ദഹന പ്രശ്നങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഭാരം കൂടുക, പ്രമേഹം, ഹൃദ്രോഗം മുതലായവ. തുടർച്ചയായ സമ്മർദ്ദം തലച്ചോറിൽ പുതിയ ന്യൂറോണുകൾ രൂപപ്പെടുന്നത് തടസ്സപ്പെടുത്തുന്നു. അതിനാൽ സമ്മർദ്ദം മൂലമുണ്ടായ നാശം ശരിയാക്കുക കൂടുതൽ പ്രയാസമാകും. ഇതുവഴി തലച്ചോറിൻ്റെ നേരത്തെയുള്ള വയസ്സാകൽ, പ്രിമേച്വർ ഏജിംഗ് സംഭവിക്കുന്നു. സമ്മർദ്ദം കുറവായിരിക്കുമ്പോൾ നമുക്ക് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയും. എന്നാൽ അത്യധികം സമ്മർദ്ദമുള്ള സമയങ്ങളിൽ വ്യക്തിക്ക് ഹൈപ്പർ അരോസൽ അല്ലെങ്കിൽ ഹൈപ്പോ അരോസൽ കാലയളവുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഹൈപ്പർ അരോസൽ ആൻഡ് ഹൈപ്പോ അരോസൽ എന്താണെന്ന് നോക്കാം. ഹൈപ്പർ അരോസൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണം എന്നും അറിയപ്പെടുന്നു. ഹൈപ്പർ അരോസൽ സാധാരണയായി ഉത്കണ്ഠ, ആങ്സൈറ്റി അല്ലെങ്കിൽ പെയിൻ,
വേദന അനുഭവപ്പെടുന്നത്, കൂടാതെ ചിന്തകൾ അതിവേഗം ഉയരുന്നത് എന്നീ ലക്ഷണങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നു. എന്നാൽ ഹൈപ്പോ അറോസൽ ഒരുതരം ഫ്രീസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇതിൽ എത്തിച്ചേരുമ്പോൾ വികാരാത്മകമായ അനുസൂചനയില്ലായ്മ, അതായത് ഇമോഷണൽ നംനെസ് അല്ലെങ്കിൽ ശൂന്യത എംപ്റ്റിനെസ് അല്ലെങ്കിൽ സ്തംഭനം പാരാലിസിസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാം. ഇത് നാം ആരോഗ്യകരമായി തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല, ശരീരം സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണിത്. ഓരോ മനുഷ്യർക്കും ഒരു സഹനപരിധി, അതായത് വിൻഡോ ഓഫ് ടോളറൻസ് ഉണ്ടാകും. ഈ പരിധിക്കുള്ളിൽ നാം ഇരിക്കുന്നുവെങ്കിൽ തലച്ചോർ മികച്ച രീതിയിൽ പ്രവർത്തിക്കും. എന്നാൽ ഈ പരിധിക്ക് പുറത്തേക്ക് നീങ്ങുമ്പോൾ മുകളിലെ അവസ്ഥകളിലൊന്നിലേക്ക് നാം പ്രവേശിക്കും. ഐദർ നമ്മൾക്ക് ഹൈപ്പോ അറോസലോ അല്ലെങ്കിൽ ഹൈപ്പർ അറോസലോ സംഭവിക്കാം. ധ്യാനം, യോഗ മുതലായ രീതികൾ നമ്മളെ ഈ വിൻഡോ ഓഫ് ടോളറൻസിനെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരിലുള്ള സഹനപരിധിയെ കൂട്ടാനായിട്ട് സഹായിക്കും.